ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ട് കുറച്ച് ചിക്കൻ എടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സോയാ സോസ്. ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് തിരുമ്മി വയ്ക്കാം. ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് തിരുമ്മി, കൈ കൊണ്ട് തന്നെ നമുക്ക് തിരുമ്മാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 10-20 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സമയം കൊണ്ട് സവോള, ക്യാബേജ്, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വയ്ക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, അതും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. ഇനി അടുപ്പത്തേക്കൊരു പാൻ വയ്ക്കുക. അതിലേക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ വേണം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിത് കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. എല്ലാം നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, സവോള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എനിക്കിനി ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രേ എടുത്തുള്ളൂ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് മയോണൈസാണ്. മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതെടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിലായിട്ട് വേണം ചിക്കൻ കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ചപ്പാത്തി റോളാണ്, ചിക്കൻ റോളാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ടവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കും നമ്മുടെ റോള് കിട്ടുന്നത്. പിന്നെ ചപ്പാത്തി റോളെന്നോ അല്ലെങ്കിൽ ചിക്കൻ റോളെന്നോ വിളിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.